നമ്മളെ അജ്മീർ ഷെരീഫിൽ വന്ന് ഖാജ തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് പഠിക്കണ്ടേ? അവിടത്തോടുള്ള മഹബത്ത് വലിയ, അഥവാ തൻ്റെ അനുയായികളോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു ഖാജ തങ്ങൾ. അവിടുത്തെ സ്വഭാവവും അവിടുത്തെ പെരുമാറ്റവും ഒക്കെ അതുപോലെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷക്കാലത്തെ ജീവിതം, അതിൽ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതം, ഈ ജീവിതം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഒരു ഇടമുണ്ടാക്കാൻ മുത്തുനബിക്ക് സാധിച്ചതിൻ്റെ കാരണമായിട്ട് ഖുർആൻ പറഞ്ഞാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, തങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് തങ്ങളൊരു മയമുള്ള സ്വഭാവമുള്ള ആളാക്കിയത്. തങ്ങൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കൂല, അനാവശ്യമായി തങ്ങൾ ദേഷ്യം പിടിക്കൂല. ദീനിൻ്റെ നിയമങ്ങളിൽ വീഴ്ച വരുത്തുമ്പോൾ തങ്ങളവിടെ ശകാരിക്കും. അങ്ങനെയാണല്ലോ, അല്ല ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാ എന്നല്ലേ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ 10 വർഷം മുത്തുനബിക്ക് സേവനം ചെയ്തിട്ട് ഒരിക്കൽ പോലും തങ്ങൾ എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിനാണത് ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണം പറയാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി, നിങ്ങളെങ്ങാനും ഒരു പരുപരുത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നെങ്കിൽ ലംഫളൂ മിൻ ഹൗലിക, ഈ കണ്ടു കാണപ്പെട്ട ജനങ്ങളൊക്കെ തങ്ങളെ തൊട്ട് പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് നമ്മളെന്തിനാ പറഞ്ഞേ? അത്രയും നല്ല സ്വഭാവമായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹുങ്ങളുടെ സ്വഭാവം അല്ലേ? ഭാര്യമാരോടുള്ള പെരുമാറ്റം, സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം, അതെല്ലാം കൃത്യമായി ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിജാലുൻ ഹൗലർ റസൂൽ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ആ കിതാബൊക്കെ മുത്വാലാത്ത് ചെയ്ത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുമായുള്ള സമീപനങ്ങളെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സമ്മാനമായി നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചവരാണ് അജ്മീർ ഖാജ തങ്ങൾ ഉപ്പാപ്പ. അതേ സ്വഭാവമായിരുന്നു, ആരോടും ദേഷ്യം പിടിക്കൂല, എന്ത് വിഷയങ്ങളിലും മയമുള്ള ഒരു പെരുമാറ്റം, ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കുന്നൊക്കെ പറയല്ലേ, അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം ഖാജ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് വഫാത്തായപ്പോഴേക്ക് 90 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം എത്തിയതാണ്. നമ്മളെപ്പോലെ ഒരു ഇമ്മ പെറ്റ കുട്ടി അങ്ങനെ വളർന്ന് വലുതായി പണ്ഡിതനായി ആലിമായി ഇസ്ലാമിക പ്രബോധകനായി ഖാജ തങ്ങൾ പാപ്പ വഫാത്തായി പോയപ്പോഴേക്ക് 90 ലക്ഷം മനുഷ്യന്മാർക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം എത്തിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്ത തൗഫീഖ്. അപ്പോൾ അവിടുത്തെ പൊരുത്തവും അവിടുത്തെ സ്നേഹവും ഒക്കെ കിട്ടാനാണ് നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്തില്ലേ, കഷ്ടപ്പെട്ട് നമ്മളെ നാട്ടിൽ നിന്ന് 2400-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്, ഉത്തരേന്ത്യയിലെ അജ്മീർ ഷെരീഫിൽ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഖാജ തങ്ങളുപ്പാപ്പയുടെ പൂർണ്ണമായ നാമം ഖാജ മുഈനുദ്ദീൻ ഹസൻ സഞ്ചരി ചിസ്തി എന്നാണ്. ചിസ്തി എന്നുള്ളത് അവരുടെ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ വഴി കടന്നു വന്ന ത്വരീഖത്തിൻ്റെ പേരാണ് ചിസ്തി. അതുപോലെ തന്നെ സെഞ്ചുറി എന്ന് പറയുന്നത് ഖാജ തങ്ങളുടെ ജന്മനാട്, നമ്മളെ എന്താ പറയുക, എന്താ അങ്ങോട്ട് പറയാ റബ്ബേ, ഇറാനിലെ സിജിസ്ഥാൻ പ്രവിശ്യയിലെ സെഞ്ചർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ ജനിച്ചത്. അപ്പോൾ ആ നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് സെഞ്ചുറി എന്ന് പറയുന്നത്. ഓരോ ഇമാമിങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് ചേർത്തി പറയില്ല. ഇമാം കുർത്തുബി അവരുടെ നാട് കൊർഡോവയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും നാട്ടിലേക്ക് ചേർത്തിയിട്ട് പറയുന്നത് വരും. സെഞ്ചുറി എന്ന് പറയുന്നത് അവരുടെ ജന്മദേശമാണ്. ഈ സെഞ്ചറിൽ മാഹിനൂർ ബീവിയുടെയും അതുപോലെ തന്നെ ഖാജ ഖിയാസുദ്ദീൻ തങ്ങളുടെയും മകനായിക്കൊണ്ട് ഹിജറ 620 എന്തോ ആണ് ഖാജ തങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ ഇമാം നവവി തങ്ങളുടെയൊക്കെ കാലക്കാരനാണ് ഏകദേശം. അങ്ങനെ ഖാജ തങ്ങളുപ്പാപ്പ ഹിജറ 600 ജനിക്കുന്നു. എവിടെ? സെഞ്ചറിൽ. അവിടെ ജനിച്ചു. ഉമ്മയും സയ്യിദത്താണ്, വാപ്പയും സയ്യിദത്താണ്. അപ്പോൾ ഉമ്മ വഴിയും വാപ്പ വഴിയും അഹ്ലുബൈത്തിൽപ്പെട്ട മഹാനാണ് ആര്? അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ. അങ്ങനെ ജനിച്ചു. ചെറിയ പ്രായത്തിലെ അവിടുത്തെ ഉപ്പ വഫാത്തായി. പ്രാഥമിക പഠനമൊക്കെ ഉപ്പാൻ്റെ കയ്യിൽ നിന്നാണ് പഠിച്ചത്.
അങ്ങനെ ഉപ്പ ഒഫാത്തായതിനു ശേഷം നമ്മളെപ്പോഴും പറയില്ല ഇമ്മിയും ബാപ്പിയും നന്നായതുകൊണ്ടാണ്, ചില മക്കൾ നന്നാവുമ്പോൾ അങ്ങനെ പറയില്ലേ. ആ ശുദ്ധരായ ഉമ്മയും ബാപ്പയിൽ നിന്നും ജനിച്ചു ഖാജാ തങ്ങളുപ്പാപ്പ. അങ്ങനെ ജനിച്ചുകൊണ്ട് കിട്ടിയ ഗുണം എന്താണ്? അജ്മീർ ഖാജാ തങ്ങളുടെ വാപ്പ ഒഫാത്തായി ചെറിയ പ്രായം മുതലേ നല്ല സൂക്ഷ്മതയിൽ ആ കുട്ടിയെ ഉമ്മ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാപ്പയുടെ അനന്തരം കിട്ടിയ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഖാജാ തങ്ങളുപ്പാപ്പ ഇങ്ങനെ കൃഷി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തോട്ടത്തിലേക്ക് വരുന്നു ആര്? മഹാനായ ഇബ്രാഹിമുൽ ഖന്ദൂസ് റളിയല്ലാഹു അൻഹു. നമ്മൾ ഖാജാ തങ്ങളുടെ മൗലിദൊക്കെ പറയുന്ന സമയത്ത് ഇബ്രാഹിമുൽ ഖന്ദൂസ് ഞങ്ങളെ പരിചയപ്പെടുത്തലുണ്ട്. ഇബ്രാഹിമുൽ ഖന്ദൂസ് റളിയല്ലാഹു അൻഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ അമ്പംകുന്ന് വീരാവുലിയപ്പാപ്പാനെയും വേങ്ങര കോയപ്പാപ്പാനെയും കേട്ടുകണില്ലേ? അവരൊക്കെ മജിദൂബീങ്ങളായ ഔലിയാക്കളായിരുന്നു. വേഗം മനസ്സിലാണ കൊലത്ത് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ലയിച്ച് ബുദ്ധി മറഞ്ഞവർ. കാഴ്ചയിൽ ഭ്രാന്തന്മാരെ പോലെ തോന്നുമെങ്കിലും അവർ ഔലിയാക്കന്മാരാണ്. വേങ്ങര കോയപ്പാപ്പാനെ പല സമയത്തും മുഷിഞ്ഞ അവസ്ഥയിലായിരുന്നു ആൾക്കാർ കണ്ടിരുന്നത് അല്ലേ? നമ്മളെ സമസ്തയുടെയൊക്കെ പ്രസിഡൻ്റായിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ കേട്ടില്ലേ? അവരുടെ വാപ്പ വലിയ സൈനുദ്ദീൻ മുസ്ലിയാർ ഈ കോയപ്പാപ്പാക്ക് ഒരു 5 ഉറുപ്പ്യ കൊടുക്കാൻ നീർച്ചാക്കി ഹയാത്ത് കാലത്ത്. അങ്ങനെ ആ പൈസയുമായി വേങ്ങര ചെന്ന് വാഹനം ഇറങ്ങിയപ്പോൾ ഒരാൾ വരുന്നുണ്ട്, എൻ്റെ 5 ഉറുപ്പ്യോടെ എൻ്റെ 5 ഉറുപ്പ്യോടെ ചോദിച്ചു. അപ്പോൾ എനിക്ക് 5 രൂപയുമായി ഒരാൾ വരുന്നുണ്ട് എന്ന് അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അതാണ് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാമാല യറാഹുൻ നാദിറൂന എന്ന് പറഞ്ഞത്. ഔലിയാക്കൾക്ക് ആരിഫീങ്ങൾക്ക് നമ്മൾ കാണാത്ത കണ്ണുണ്ട്, അഥവാ ഉൾക്കാഴ്ചയുള്ള കണ്ണുണ്ട്. ഷെയ്ഖ് ജിലാനി തങ്ങൾ പറഞ്ഞ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞാൻ നിങ്ങളെ കൽബകം എന്നോ പറഞ്ഞ് അത് പറഞ്ഞാണ്. നമ്മളെ മനസ്സിലുള്ളത് അറിയാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുക്കും. അങ്ങനെ വേങ്ങര കോയപ്പാപ്പാൻ്റെ ഒക്കെ പോലെ മജ്ദൂബായ ഔലിയാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ ഈ പറഞ്ഞ ആര്? ഇബ്രാഹിമുൽ ഖന്ദൂസ് റളിയല്ലാഹു. ഇബ്രാഹിമുൽ ഖന്ദൂസ് റളിയല്ലാഹു അൻഹു ഖാജാ തങ്ങളുടെ തോട്ടത്തിലേക്ക് കടന്നു വന്ന ഉടനെ മഹാനവറുകളെ കണ്ട ആശ്ചര്യം പൂണ്ട ഖാജാ തങ്ങൾ ഓടിച്ചെന്ന് പോയി ഒരു പഴം, നല്ല പഴുത്തൊരു പഴം പറിച്ചെടുത്തുകൊണ്ട് ആർക്ക് കൊടുത്തു? ഇബ്രാഹിമുൽ ഖന്ദൂസ് തങ്ങൾക്ക് കൊടുത്തു. എല്ലാ മഹാന്മാരുടെ ജീവിതത്തിൻ്റെ പിറകിലും ഒരു ആദരവിൻ്റെ കഥ ഉണ്ടാവും. ഖാജാ തങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ലോകത്തേക്കുള്ള പ്രാരംഭം ഈ സംഭവമാണ് എന്നാണ് നമ്മളെ എന്താ പറയുക ശംസുൽ ഉലമാ തങ്ങൾ എഴുതിയ മനാഖിബിലൊക്കെ കാണാം. ജീവിതത്തിൽ താല്പര്യങ്ങളും നഷ്ടപ്പെട്ടു, അഥവാ അള്ളാഹുലേക്ക് ചേരാനുള്ളൊരു താല്പര്യം, ആത്മീയമായി അമൽ ചെയ്യാനുള്ളൊരു താല്പര്യം, അവിടെ നിന്നാണ് ഖാജാ തങ്ങളുടെ ആത്മീയ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ മഹാനവറുകൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു, ഇസ്ഫഹാനിൽ ചെന്നു. വലിയ 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 മഹാരഥന്മാരായ ആളുകളെ സന്ദർശിച്ചു. അവിടെ നിന്ന് മഹാനവറുകൾ ഇസ്ലാമിൻ്റെ പ്രാഥമിക പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി. അഥവാ ഫിഖ്ഹിലും തസൗഫിലും തഫ്സീറിലും ഒക്കെ പാണ്ഡിത്യം കരസ്ഥമാക്കി. ഇനി തനിക്കൊരു ആത്മീയമായ ഗുരു വേണം. നമ്മളെ ജീവിതം നന്മയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ആത്മീയമായ ഗുരുവിന് ആവശ്യമാണ്. അപ്പോഴാണ് ത്വരീക്കത്തും മറ്റൊക്കെ ഉണ്ടാകുക. ചില ആൾക്കാർ ഇപ്പം തന്നെ ത്വരീക്കത്തിന് പായാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ത്വരീക്കത്താണെങ്കിൽ മത്തിക്കച്ചവടം പോലെ എല്ലായിടത്തും വിൽക്കാനും കിട്ടുന്നുണ്ട്. ത്വരീക്കത്തി എന്നൊക്കെ പറയുന്നത് ഒരാൾ ഇസ്ലാമിൻ്റെ കർമ്മമണ്ഡലങ്ങളിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനാണ് ശരീഅത്ത് എന്ന് പറയുക. അത് ജീവിതത്തിൽ അഥവാ വലത്തെ ഭാഗത്തേക്ക് പോലും തുപ്പാതെ ജീവിക്കുക, അത്ര സൂക്ഷ്മതയോട് ജീവിക്കാൻ നമുക്ക് കഴിയോ? അത് കഴിഞ്ഞിട്ടാണ് ത്വരീക്കത്തും വേറെയൊക്കെ. ആദ്യം നമ്മൾ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കണം. നമ്മൾ ദിവസം നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളെ ജീവിതം ഒന്നും ഇങ്ങനെ തസൂറാക്കി എന്തൊക്കെയാണ് അവസ്ഥ. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ത്വരീക്കത്തും ശരീഅത്തും ഹക്കീക്കത്തൊക്കെ. നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിയല്ലേ ഈ ചർച്ച. ഖാജാ തങ്ങളുപ്പാപ്പ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പൂർത്തിയാക്കി. ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വഴിയിൽ തന്നെ ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുക. അത് വൺ ടാസ്ക്കാണ്. അപ്പോൾ അവിടെ ഒരു ആത്മീയ ഗുരുവിന് ആവശ്യമുണ്ട്. അത് തേടി ഖാജാ തങ്ങളുപ്പാപ്പ യാത്ര ആരംഭിച്ചു. തനിക്കൊരു ഉസ്താദിനെ വേണം, ഒരു ആത്മീയ നേതൃത്വത്തിനെ വേണം. ആ യാത്ര ഖാജാ തങ്ങളിങ്ങനെ ചെന്നു. എവിടേക്കാണ് ചെല്ലുന്നത്? മഹാനായ ഉസ്മാനുൽ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുക്കലേക്ക്. ഉസ്മാനുൽ ഹാറൂനിയുടെ ഹദറത്തിൽ ഖാജാ തങ്ങൾ എത്തി. അപ്പോൾ അവിടെ കുറേ ശിഷ്യന്മാരുണ്ട് ഖാജാ തങ്ങൾ എത്തുമ്പോൾ. പക്ഷേ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ശിഷ്യന്മാർക്ക് കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചു കൊടുക്കണില്ല. ആ പല ശിഷ്യന്മാരും പറഞ്ഞത്രേ, ഉസ്താ ആൾ പോരാ, നമ്മൾ പോവുക. ഇങ്ങനെ കുറേ ശിഷ്യന്മാർ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അയക്കുന്നത് പോയി എന്നാണ്. ഖാജാ തങ്ങൾ ഉപ്പാപ്പ എന്ത് ചെയ്തു? അവിടെ തന്നെ നിന്നു. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ മക്കയിലെ ഖബർസ്ഥാനാകുന്ന ജന്നത്തുൽ മുഅല്ലയിലാണ്. നമ്മളെപ്പോഴും പോകുമ്പോൾ അവിടുന്ന് ഫാത്തി ഓതാറുണ്ട്. അള്ളാഹു അവിടെയൊക്കെ സിയാറത്ത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായിരുന്നാലും മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ഒരുപാട് ശിഷ്യന്മാർ ഇറങ്ങിപ്പോയി. ഖാജാ തങ്ങളുപ്പാപ്പ അവിടെ തന്നെ ഇരുന്നു, ആ പൊരുത്തം കാംക്ഷിച്ച്. ഏതുപോലെ നമ്മളെ ദർസിലൊക്കെ ഓതുന്ന അൽഫിയ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ഈ അൽഫിയയുടെ മുസന്നിഫ് ഇബ്നു മാലിക് തങ്ങൾ ലോകം കണ്ട വലിയ ആലിമ. പക്ഷേ മൂപ്പർക്ക് അള്ളാഹു കുറേ ശിഷ്യന്മാരൊന്നും കൊടുത്തില്ല. ഇബ്നു മാലിക് ഞങ്ങൾ എന്ന് പറഞ്ഞു പറ്റുമെന്ന് കുട്ടികളെ വരി, ഞാൻ ഓതിത്തരാ. ആരും വരൂല. ഒരു ദിവസം അതിലൂടെ ഒരു കുട്ടി പോയി.
അൽഫിൽ ഫറജിലും മീനൽ കിറാമി ഇന്ധനാന്ന് നമ്മൾ പാടലുണ്ട്. ആ ഒരു കുട്ടി വന്നു, ആ ഒരൊറ്റ കുട്ടിക്ക് ആകെ ഓതി കൊടുത്ത്. പക്ഷെ ആ ഒരു കുട്ടി 1000 കോയിക്ക് അരക്കാടാന്ന് പറഞ്ഞ മാതിരിയായി. അതാണ് ആര്? ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളായിരുന്നു ആ കുട്ടി. നവവി ഇമാമിൻ്റെ അത്ര കിതാബ് എഴുതിയൊരു പണ്ഡിതനാരാളുള്ളത്? നവവി ഇമാമിൻ്റെ കിതാബിനെ പോലത്തെ ലോകത്ത് മുത്വാല ചെയ്യുന്ന മറ്റൊരു ഗ്രന്ഥങ്ങൾ ഏതാ ഉള്ളത്? 4 മദ്ഹബിലും നവവി ഇമാമിൻ്റെ കിതാബ് ഓതുന്നുണ്ട് അല്ലേ? ശറഹ് മുസ്ലിം, നമ്മൾ സ്വഹീഹ് മുസ്ലിം കേട്ടില്ലേ? അതിൻ്റെ പ്രധാന പരിഭാഷയാണ്, അതിൻ്റെ പ്രധാന വ്യാഖ്യാന ഗ്രന്ഥമാണിത് ശറഹ് മുസ്ലിം. അതാരതാണ്? ഇമാം നവവി തങ്ങളുടെ. എല്ലാ ഫന്നുകളിലും കിതാബ് എഴുതാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തു. നവവി ഇമാമിൻ്റെ ഇൽമിൻ്റെ വിശാലത അള്ളാഹു വളരെയധികം വലുതാക്കി. നമ്മളൊക്കെ ഷാഫി മദ്ഹബിലെ അവസാന വാക്കായി തിരഞ്ഞെടുക്കുക തുഹ്ഫ എന്ന് പറയുന്ന കിതാബാണ്. ഇതുൾപ്പെടെ 136ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നവവി ഇമാമിൻ്റെ മിൻഹാജി എന്ന് പറയുന്ന ഒരൊറ്റ കിതാബിനുണ്ട്. അപ്പോൾ നവവി ഇമാമിൻ്റെ ഇൽമിന് അള്ളാഹു കൊടുത്ത ആ പവർ എത്ര! അപ്പോൾ ആ ഒരു ഒറ്റ കുട്ടി 1000 പണ്ഡിതർക്ക് പകരം ഒറ്റ കുട്ടി, ആ ഒരു ശിഷ്യൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ ഉസ്മാൻ ലാറൂനി തങ്ങളുടെ അടുത്ത് നിന്ന് എല്ലാവരും പിരിഞ്ഞുപോയി. ഖാജാ തങ്ങൾ പാപ്പ അവിടെ തന്നെ നിന്നു. ഉസ്താദിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പല രൂപത്തിൽ ഖാജാ തങ്ങളെ പരീക്ഷിച്ചു. ഈ കുട്ടിയെ എത്രത്തോളം കൊണ്ടാൻ പറ്റും ആത്മീയമായ ലോകത്തേക്ക്. എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചു. 26 വർഷം ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ഖിദ്മത്തിലായി ജീവിക്കുക ഖാജാ തങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, ഇനി ഉസ്താദിൻ്റെ കുട്ടി വരും, ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കരുത്, നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പോകണം. അങ്ങനെ ഉസ്താദിൻ്റെ പൊരുത്തം വാങ്ങി യാത്ര ആരംഭിക്കണം. നമ്മൾ കാലം 26 കൊല്ലമൊക്കെ ദർസ് പഠിക്കാൻ മകന് കഴിയുമോ? ഇപ്പോഴത്തെ മുത്താലിമീങ്ങൾ ഇപ്പോൾ 7 വർഷമൊക്കെ ഉള്ളൂ ഓരോ ദർസ്. ഞങ്ങളൊക്കെ 10 വർഷം പഠിച്ചിരിക്കണം. ഇപ്പോൾ 7 വർഷം കൊണ്ട് ബിരുദം കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികളെ കിട്ടാനില്ല. ഇതാണ് അവസ്ഥ. എന്നത് 26 വർഷം ആത്മീയ ഗുരുവിൻ്റെ പൊരുത്തത്തിലായി പഠിക്കണം ഖാജാ തങ്ങൾ പാപ്പ. അങ്ങനെ പഠിച്ചിട്ട് മഹാനവറുകൾ ഉസ്താദിൻ്റെ പൊരുത്തം വാങ്ങിയിറങ്ങി, മകനെ നീ പുറപ്പെടുക, അള്ളാഹു പോകുന്ന വഴിയിൽ നിനക്കുള്ള വഴി തുറന്നു തരും. ആ ഉസ്താദിൻ്റെ പൊരുത്തവും വാങ്ങി ഖാജാ തങ്ങൾ ഇറങ്ങി യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഒരുപാട് മഹാരഥന്മാർ ഖാജാ തങ്ങൾ സന്ദർശിച്ചു. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സദസ്സിലെത്തി. മൊയ്തീൻ ഷെയ്ഖ് ജീലാനി തങ്ങൾ ആയാത്തുള്ള കാലാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സദസ്സിൽ 400ഓളം വരുന്ന ഔലിയാക്കൾക്ക് മാത്രം ദർസെടുക്കുകയാണ്. അവിടേക്ക് കടന്നു ചെല്ലുന്നു ചെറുപ്പക്കാരനായ ഖാജാ തങ്ങൾ വന്ന ഉടനെ ഷെയ്ഖ് ജീലാനി തങ്ങൾ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചപ്പോൾ ഈ ശിഷ്യന്മാർക്ക് അത്ഭുതമായി. ആരാ റബ്ബേ ഈ വന്ന ആള്? ഇത്ര ഒരു ചെറുപ്പക്കാരനെ ഷെയ്ഖ് ജീലാനി തങ്ങൾ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ ചില്ലറക്കാരനാവില്ലല്ലോ. ഖാജാ തങ്ങൾ പോയതിന് ശേഷം ഷെയ്ഖ് ജീലാനി തങ്ങളോട് ചോദിച്ചത്ര ശിഷ്യന്മാർ ആരാ വന്ന ആള്? ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞത്രേ, ആ കുട്ടിയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം കിട്ടുന്നു. ആ എല്ലാ പൊരുത്തങ്ങളും വാങ്ങി ഖാജാ തങ്ങൾ ഉപ്പാപ്പാടെ ആ യാത്രയിൽ ഇസ്ഫഹാനിൽ വെച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രധാന ശിഷ്യനായ കുത്തുബുദ്ദീൻ ബക്തിയാർ തങ്ങളൊക്കെ കൂടെ ചേരുന്നത്. ഈ യാത്രാ സംഘം 40ഓളം ആളുകളുള്ള വലിയൊരു സംഘമായി മാറി. അവർ ചെന്നു, പരിശുദ്ധ മക്കയിലെത്തി, കഅബ ശരീഫ് വലയം വെച്ചു. ഹജറുൽ അസ്വദ് പിടിച്ചിട്ട് ഖാജാ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, എൻ്റെ ആത്മീയ വഴി എവിടെയാണ് ഞാൻ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തേണ്ടത്? ആ വഴി എനിക്ക് തുറന്നു തരണം, എന്നെ നീ സ്വീകരിച്ചിക്കണോ റബ്ബേ എന്ന് ചോദിച്ചപ്പോൾ കഅബൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടുന്ന ഖബിൽനായ മുഈനുദ്ദീൻ, നിങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ആ യാത്ര അവിടെ നിന്ന് പുറപ്പെട്ടു. പരിശുദ്ധ മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുവാജഹത്തിൽ സലാം പറഞ്ഞു. മദീന പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ഒരു പഴം കൊടുത്തു ഖാജാ തങ്ങളെ കീഴിൽ. ആ പഴത്തം അങ്ങനെ അടയാളപ്പെടുത്തി ഇന്ത്യയിലേക്കുള്ള വഴി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അൻത സുൽത്താനുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ അജയ് മേരു എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്, പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന. ആ അജയ് മേരുവിൽ നിങ്ങൾ പോകണം, അവിടെ നിങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്ന് ഖാജാ തങ്ങളോട് പറയാം. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അന്നത്തെ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും സംയുക്തമായ ഇന്ത്യയാണ്. സിന്ധ് പ്രവിശ്യ എന്നാണ് ഇങ്ങോട്ട് പറയാം. അന്ന് ഇവിടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് ആര്? പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ദുഷ്ടനായ രാജാവ്. ഖാജാ തങ്ങളെക്കാൾ മുമ്പ് ഇവിടെ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി വന്ന ആളാണ്. നാളെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ ഈ താരാകെട്ട് മലയുടെ മുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മീറാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. മീറാൻ ഹുസൈൻ തങ്ങളെയും 300ഓളം വരുന്ന ശുഹദാക്കളെയും കൊന്നുകളഞ്ഞ രാജാവാണ് ഈ ദുഷ്ടനായ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവ്. അവൻ്റെ അടുത്തേക്കാണ് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി ഖാജാ തങ്ങൾ പാപ്പ വരുന്നത്. മുഅ്മിനീങ്ങളെ ചുരുക്കി പറഞ്ഞാൽ ഖാജാ തങ്ങൾ പാപ്പ യാത്ര പുറപ്പെട്ടു. ഈ പൃഥ്വിരാജ് ചൗഹാൻ്റെ അമ്മ എന്ന് പറയുന്നത് പകിടമറിച്ച് കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ജ്യോതിഷിയായ പെണ്ണായിരുന്നു. അമ്മ പകിടമറിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഭരണത്തെ പിടിച്ചടക്കാൻ ഒരു വിദേശി വരുന്നുണ്ട്, നീ സൂക്ഷിക്കണം. ഇത് കേട്ട ഉടനെ പൃഥ്വിരാജ് ചൗഹാൻ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി മുഴുവൻ വളഞ്ഞു. പട്ടാളക്കാരെ കൊണ്ട് ഒരാളെയും നമ്മളെ രാജ്യത്തിനുള്ളിൽ കടത്താൻ പാടില്ല.
പക്ഷേ ഈ പട്ടാളക്കാരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ അർദ്ധരാത്രി ഹാജാ തങ്ങൾ പാപ്പ എവിടെ കയറി? അജയ്മേരുവിൻ്റെ ഉള്ളിൽ കയറി. ആദ്യമായി ഹാജാ തങ്ങൾ പാപ്പ എത്തുന്നത് എങ്ങോട്ടാണ്? ഒട്ടകത്തെ കിടത്തുന്ന സ്ഥലത്തേക്ക്. അവിടെ വന്ന് വിശ്രമിച്ചു. രാത്രി സമയമായപ്പോൾ ഒട്ടകത്തെ കെട്ടാൻ വേണ്ടി ആൾക്കാർ വന്നു. അവർ പറഞ്ഞു, നിങ്ങളാരാ? ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം. ഹാജാ തങ്ങൾ പാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾ എഴുന്നേറ്റ് പോകാം, ഒട്ടകങ്ങൾ കിടക്കട്ടെ എന്ന്. ഹാജാ തങ്ങൾ നേരെ അവിടെ നിന്ന് വന്നു അനാസാഗറിൻ്റെ തീരത്ത്. ഇതിൻ്റെ അപ്പുറത്ത് അനാസാഗർ നമുക്ക് കാണാം, സമുദ്രം പോലെ പരന്നെടുക്കുന്ന വലിയ തടാകം. അന്ന് അജയ്മേരു എന്ന് പറയുന്ന പട്ടണത്തിലെ ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സാണ് അനാസാഗർ. അനാസാഗറിലെ ഇന്ന് അടുത്ത മനുഷ്യന്മാർക്ക് വെള്ളം ഉണ്ടാവില്ല. അത്രയും ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അനാസാഗറിൻ്റെ തീരത്ത് ഹാജാ തങ്ങൾ തമ്പടിച്ചു. രാജാവിൻ്റെ അടുക്കൽ വിവരം കിട്ടി, നമ്മുടെ നാട്ടിൽ വിദേശികളായ ചിലർ എത്തിയിട്ടുണ്ടെന്ന്. രാജാവ് പറഞ്ഞു, വളരെയധികം സൂക്ഷിക്കണം. നേരം വെളുത്തു. ഒട്ടകങ്ങളെ കഴിച്ചു കൊണ്ടാകാൻ ആൾക്കാർ വന്നു. ഒട്ടകങ്ങളെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഒറ്റ ഒട്ടകത്തിന് നീക്കാൻ കഴിഞ്ഞില്ല. രാജാവിൻ്റെ അടുക്കൽ പരാതി എത്തി. അമ്മ പറഞ്ഞിട്ടുണ്ട്, വരുന്ന ആൾ ചില്ലറക്കാരനായിരിക്കില്ല, ഒരുപാട് ജാലവിദ്യകൾ കാണിക്കുന്ന ആളായിരിക്കും. രാജാവിന് മനസ്സിലായി ഇത് തന്നെയായിരിക്കും അമ്മ പറഞ്ഞ ആൾക്കാർ. രാജാവ് പറഞ്ഞു, തൽക്കാലം പ്രലോഭിപ്പിക്കേണ്ട, മാപ്പ് പറയൂ. ഹാജാ തങ്ങളുടെ അതിർത്തിൽ വന്ന് മാപ്പ് പറഞ്ഞു. ഹാജാ തങ്ങൾ ഒട്ടകങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. മുഴുവൻ ഒട്ടകങ്ങളും എഴുന്നേറ്റ് പോയി. അപ്പോൾ ഒന്നും കൂടി ഉറപ്പായി അമ്മ പറഞ്ഞ ആൾ തന്നെയാണെന്ന്. നേരെ അനാസാഗറിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഹാജാ തങ്ങളും സംഘവും അനാസാഗറിൽ നിന്ന് വെള്ളമെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന് പൂജാ ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്ന അനാസാഗർ മുസ്ലിമീങ്ങൾ തൊട്ട അയിത്തമായി പോകും എന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളടുത്തായി തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പകർപ്പ്. ഏതായിരുന്നാലും ഹാജാ തങ്ങളുപ്പാപ്പയോട് സംഘടിതം പറഞ്ഞു, ഇവിടുന്ന് പോകണം, ഇത് ഞങ്ങളെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ്. ഹാജാ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എന്നാൽ ഒരു കപ്പ് വെള്ളം കോരിക്കോട്ടെ. ഒരു കപ്പ് വെള്ളം കോരാൻ അനുമതി കൊടുത്തു. ആ ഒരു കപ്പ് വെള്ളം കോരിയതും അനാസാഗർ വറ്റാൻ തുടങ്ങിയതാ. വറ്റി 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 ഏതുവരെ വറ്റി? അവിടുത്തെ മനാക്കബിൽ എഴുതിയത് കാണാം, ദ്രാവകത്തിൻ്റെ സർവ്വാംശവും വറ്റിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന ഉമ്മമാരുടെ മുലകളിൽ നിന്ന് പാല് കുടിക്കുന്ന കുട്ടികൾക്ക് ആ മുലപ്പാൽ പോലും വറ്റിപ്പോയി. അഥവാ ദ്രാവകത്തിൻ്റെ ഒരു അംശം എവിടെ ഉണ്ടോ അത് മുഴുവൻ വറ്റി. വെള്ളം കിട്ടാതെ നാൽക്കാലികൾ ചാകാൻ തുടങ്ങി. ജനങ്ങൾ കഷ്ടപ്പെടാൻ തുടങ്ങി. കുട്ടികൾ വിശന്ന് വലഞ്ഞ് കരയാൻ തുടങ്ങി. വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നാടെത്തി എന്ന് കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, പോയിട്ട് മാപ്പ് പറയാം. അങ്ങനെ വീണ്ടും ആരടുത്ത് വന്നു? ഹാജാ തങ്ങൾ ഉപ്പാപ്പാൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു. ഹാജാ തങ്ങൾ അനാസാഗറിൽ നിന്ന് കോരിയ വെള്ളം അനാസാഗറിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു. അതൊഴിച്ചതും അനാസാഗറിൻ്റെ 4 ഭാഗത്തു നിന്നും ഉറവയുൾപ്പെട്ട് അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരാൻ തുടങ്ങി എന്നാണ് ചരിത്രം. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഏതായാലും ഉറപ്പായി, ഇനിയിപ്പോൾ ചിന്തിക്കാനെന്ന് അമ്മ പറഞ്ഞ ആൾ ഇയാൾ തന്നെയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇയാളെ നമുക്ക് ജാലവിദ്യകളെ കൊണ്ടേ നേരിടാൻ പറ്റുള്ളൂ, കാരണം ഇയാൾ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ സാഹിറായിരുന്ന ശാന്തിദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നത്. അയാൾ വലിയ സാഹിറ. മൂസാനബീൻ്റെ കഥയിൽ നമ്മൾ കേട്ടില്ലേ, മൂസാനബീനെ വടി നിലത്തിനും പാമ്പാവും. അപ്പോൾ ഫിരോവിന് കുറേ സാഹിര്യങ്ങളെ കൊണ്ടുവന്നു. അവരെ പാമ്പിനൊക്കെ മൂസാനബിയുടെ പാമ്പ് പിടിച്ചിരുന്ന കഥ ഖുർആൻ പറയുന്നുണ്ട്. എന്നതുപോലെ ജാലവിദ്യക്കാരനോട് ഏറ്റുമുട്ടാൻ ജാലവിദ്യക്കാരൻ തന്നെ വേണം. ഇതാണ് ആരെ കൊണ്ടുവരാൻ കാരണം? ശാന്തിദേവിനെ കൊണ്ടുവരാൻ കാരണം. അങ്ങനെ ശാന്തിദേവിനെ കൊണ്ടുവന്നു. ശാന്തിദേവ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഒരത്ഭുതവും ഹാജാ തങ്ങളുടെ മുമ്പിൽ ചിലവാകുന്നില്ല എന്ന് കണ്ടപ്പോൾ 18ാമത്തെ അടവും കഴിഞ്ഞിട്ട് ശാന്തിദേവ് ഹാജയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞിരിക്കണം, ഇനി ഇന്നെ നിങ്ങളെ ശിഷ്യനാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ശാന്തിദേവ് മുസ്ലിമായി, ഹാജാ തങ്ങളുടെ ശിഷ്യനായി മാറി. അദ്ദേഹം സയ്യിദ് എന്ന പേര് സ്വീകരിച്ചു. ഞാൻ നേരത്തെ അജ്മീർ ഷെരീഫിൻ്റെ അവിടെ നിന്ന് പറഞ്ഞിരുന്നു, ഇതിൻ്റെ സംഭവങ്ങൾ പിന്നെ പറയാമെന്നല്ലേ. അജ്മീർ ദർഗയും ആ പരിസരവും ശാന്തിദേവി എന്ന് പറയുന്ന ഈ സാഹിറിൻ്റെ എന്തായിരുന്നു? പർണശാലയായിരുന്നു. അത് ഹാജാ തങ്ങൾക്ക് പതിച്ചു നൽകി. ഇനി അവിടെ ഉസ്താദ് ദർശനം നടത്തിക്കോളി, ഉസ്താദ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഇയാൾ ആരെ ശിഷ്യനായി മാറി? ഹാജാ തങ്ങൾ ഉപ്പാപ്പാരെ ശിഷ്യനായി മാറി. മനസ്സിലായില്ല? ഇത് രാജാവിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇനി ഇവനേക്കാൾ വലിയ ആൾ വേണം. അങ്ങനെ ഇവരൊക്കെ ഉസ്താദായൊരു വലിയ സാഹിറുണ്ട്, അയാളെ കൊണ്ടുവന്നു. അയാളെ പേരായിരുന്നു അജയ്പാൽ. അജയ്പാൽ കൊണ്ടുവന്ന് ഒരുപാട് വികൃതമായ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഹാജാ തങ്ങൾ ഒരു വൃത്തം വരച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളും പുറത്തിറങ്ങാൻ പാടില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അജയ്പാൽ തീ വർഷിപ്പിക്കാൻ തുടങ്ങിയ ആളുകളുടെ മേത്തേക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച് ഹാജാ തങ്ങളെയും സംഘത്തിനെയും പ്രലോഭിപ്പിക്കാൻ നിന്ന അജയ്പാലിൻ്റെ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. അദ്ദേഹവും ഹാജയുടെ മുമ്പിൽ മുട്ടുകുത്തി ഹാജാ തങ്ങളുടെ ശിഷ്യനായി മാറി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുസ്ലിമായി. അദ്ദേഹം ഹാജാ തങ്ങളോട് പറഞ്ഞത്രേ, എന്നെ നിങ്ങളെ പ്രധാന ശിഷ്യനാക്കണം. ഹാജാ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞത്രേ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യണം. ഹാജാ തങ്ങൾ പറഞ്ഞ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വഫാത്തായിപ്പോയി, നിങ്ങൾക്ക് അള്ളാഹു ആയുസ് തരുന്ന കാലത്തോളം നിങ്ങൾക്ക് എനിക്ക് ഖിദ്മത്ത് ചെയ്യാം. അയാൾ അബ്ദുള്ള ബയാബാനി എന്ന പേരിൽ ലോകമറിയപ്പെട്ട വലിയായി മാറിയതാണ്. അവരെ ഹാജാ തങ്ങളുടെ വഫാത്തിന് ശേഷമൊക്കെ പല ആളുകളും കണ്ടിട്ടിരുന്ന, അവർ ജീവിച്ചിരിപ്പുണ്ടോ വഫാത്തായിട്ടുണ്ടോ അല്ലാഹു അലം ബി സവാബ്. ഏതായിരുന്നാലും അങ്ങനെയാണ് സംഭവം.
ചുരുക്കി പറഞ്ഞാൽ ഇതോടുകൂടി രാജാവിന് ഖാജാ തങ്ങളോടുള്ള ശത്രുതയേറി. പക്ഷേ അക്രമിയായ ഒരു ഭരണാധികാരിയിൽ നിന്ന് നാട് രക്ഷപ്പെടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു സമയത്താണല്ലോ അജ്മീർ ഖാജാ തങ്ങൾ പാപ്പ വരുന്നത്. അപ്പോൾ ജനങ്ങളൊക്കെ ആരൊപ്പം കൂടി? ഖാജാ തങ്ങളോടൊപ്പം കൂടി. ഖാജാ തങ്ങളോടൊപ്പം കൂടുന്ന സമയത്താണ് ഈ അജയ്മേരു എന്ന് പറയുന്ന പ്രദേശത്തെ പിടിച്ചടക്കാൻ വേണ്ടി കുത്തുബുദ്ദീൻ ഐബക്ക് രാജാവ് വരുന്നത്. മനസ്സിലായില്ലേ? ഈ താരാഘട്ട് മല കവർ ചെയ്ത് നിൽക്കുന്നത് ഈ പറയുന്ന പൃഥ്വിരാജ് ചൗഹാൻ്റെ കോട്ട കൊണ്ടാണ്. അങ്ങനെ ഈ മറ്റേ കുത്തുബുദ്ദീൻ ഐബക്ക് രാജാവ് വരികയാണ്. മൂപ്പര് നേരെ വന്നു, ഖാജാ തങ്ങളെ കണ്ടു. ഖാജാ തങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ അജയ്മേരു പട്ടണത്തിൽ ഈ പറയുന്ന പൃഥ്വിരാജിനോട് ഏറ്റുമുട്ടാൻ നിൽക്കുക, നിങ്ങൾ എനിക്ക് സമ്മതം തരണം, പൊരുത്തം തരണം. ഖാജാ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റുമുട്ടു, നിങ്ങൾ വിജയിക്കും. ആ യുദ്ധത്തിൽ അജയ്പാൽ ഇയാൾ ആരെ പരാജയപ്പെടുത്തി? പൃഥ്വിരാജ് ചൗഹാനെ ഈ പറയുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് രാജാവ് പരാജയപ്പെടുത്തി അദ്ദേഹത്തെ തുറങ്കിലടച്ചു. അങ്ങനെ പിന്നെ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് ചരിത്രം. ഏതായിരുന്നാലും ആ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമത്തുള്ള ബീബി റളിയല്ലാഹു അൻഹയെ ഖാജാ തങ്ങളുപ്പാപ്പാക്ക് സ്വതന്ത്രയാക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു, തൻ്റെ അടിമ സ്ത്രീയെ. അങ്ങനെയാണ് 2 ഭാര്യമാർ ഖാജാ തങ്ങളുപ്പാപ്പാക്ക് ഉണ്ടായത്. ഏതായിരുന്നാലും അതാണ് അജ്മീറിൻ്റെ ലഘുവായ ചരിത്രം. അങ്ങനെ പിന്നെ ജനങ്ങൾ അജ്മീർ ഷെരീഫിലേക്ക് ഒഴുകാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് രാജാവ് അവരൊക്കെ വന്നു. അവരുടെ ഭരണസിരാ കേന്ദ്രമായി മാറിയത്. അങ്ങനെയാണ് ഡായി ദിങ്ക ചോപ്പട മസ്ജിദ് ഉണ്ടാക്കണൊക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചരിത്രമൊക്കെ നാളെ അവിടെ പോകുമ്പോൾ പറയാം. ഏതായിരുന്നാലും അജയ്പാൽ രാജാവിൻ്റെ കാലം കഴിഞ്ഞു. ജനങ്ങൾ അജ്മീർ ഷെരീഫിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഹിന്ദുവില്ല, മുസ്ലിമില്ല, ജാതിയില്ല, മതമില്ല. ഖാജാ തങ്ങളടുത്ത് വരുന്നവരൊക്കെ മുസ്ലിമായിട്ട് തിരിച്ചു പോണത്. ഇങ്ങനെ ഒരുപാട് ജനങ്ങളിലേക്ക് ഇസ്ലാം പ്രവഹിക്കാൻ തുടങ്ങി ഖാജാ തങ്ങളുപ്പാപ്പയിലൂടെ. അങ്ങനെ ഇസ്ലാം പ്രവഹിച്ച് അവിടുത്തെ ശിഷ്യന്മാർ വർദ്ധിച്ചു. അവസാനം ഒരു ദിവസം ഖാജാ തങ്ങളുപ്പാപ്പ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു കൂട്ടിയത്രേ. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത്രേ, ഖാജാ തങ്ങൾ, ഞാൻ ഇന്ന് മരിക്കാൻ പോവാണ്, ഇന്ന് രാത്രി ഞാൻ മരണപ്പെടും. എന്നിട്ട് പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന ബക്തിയാർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, അല്ലയോ ബക്തിയാർ, ഞാൻ കൊണ്ടുവന്ന ഈ ഇസ്ലാമിൻ്റെ വഴിയെ നിങ്ങൾ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞ് എല്ലാ പൊരുത്തങ്ങളും ബക്തിയാർ തങ്ങളെ ഏൽപ്പിച്ചു. ഖാജാ തങ്ങളുപ്പാപ്പ റൂമിൽ കയറി വാതിലടച്ച് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചെല്ലുന്ന ശിഷ്യന്മാർ കേട്ടുന്ന. അവസാനം ഈ ശബ്ദം പതുങ്ങി എന്ന് മനസ്സിലായ സമയത്ത് ശിഷ്യന്മാർ കഥക് തുറന്നു നോക്കിയപ്പോൾ ഖാജാ തങ്ങളുപ്പാപ്പ വഫാത്തായിട്ടുണ്ട്. അവിടുത്തെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ തെളിഞ്ഞു എന്നാണ് ഹാദാ ഹബീബുല്ലാഹി മാത്തഫി ഹുബില്ലാ, അതവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? അള്ളാഹുവിൻ്റെ ഹബീബാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വഫാത്തായവരാണെന്ന് അതിൻ്റെ അർത്ഥം എന്ന് ഖാജാ തങ്ങൾ എവിടെ തെളിഞ്ഞു എന്നാണ്? നെറ്റിത്തടത്തിൽ തെളിഞ്ഞ ശിഷ്യന്മാർ കണ്ടു എന്നാ. ഇനിയൊരു സംഭവം കൂടി പറയാം. അജ്മീർ ഷെരീഫിൽ നമ്മളിപ്പോൾ കുറേ റോസാപ്പൂ ഉണ്ടല്ലേ, റോസാപ്പൂ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത് അതിൻ്റെ പിറകിൽ ചരിത്രമുണ്ട്. ഖാജാ തങ്ങളുടെ ശിഷ്യന്മാരൊക്കെ ഖാജാ തങ്ങളുപ്പാപ്പ പിരിയാണെന്ന് കണ്ടപ്പോൾ സങ്കടത്തോടെ ചോദിച്ചത്രേ, ഉസ്താദെ, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? ഇതുവരെ ഞങ്ങൾ ഉസ്താദിൻ്റെ കൂടെയാണ്, ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കും? ആ പറഞ്ഞ സമയത്ത് ഖാജാ തങ്ങൾ പറഞ്ഞത്രേ, നിങ്ങൾ പുഷ്കറിൻ്റെ തീരത്ത് കൃഷി ഇറക്കുക. അങ്ങനെ പുഷ്കർ തടാകത്തിൻ്റെ തീരത്ത് റോസാപ്പൂവിൻ്റെ കൃഷി ഇറക്കി. ആ റോസാപ്പൂ അജ്മീർ ദർഗയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഖാജാ തങ്ങൾ വഫാത്തിന് ശേഷം. ആ റോസാപ്പൂ വിറ്റവരൊക്കെ വലിയ 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 കോടീശ്വരന്മാരായി. ഇന്നവരെ മക്കളും പേരമക്കളുമാണ് എന്താണത് ഇന്ന് ആ റോസാപ്പൂ കൃഷി നടത്തിയിട്ട് ലക്ഷക്കണക്കിന് പേർ റോസാപ്പൂ കൃഷി അവിടെ ഉണ്ടാവും. അതിൽ ലാസ്റ്റ് രാത്രി വാരും വലിയ വലിയ ചാക്ക് കെട്ടിയിട്ട് കൊണ്ടുപോകണം അതിൻ്റെ ഉള്ളിൽ നാടുന്ന റോസാപ്പൂ ഒക്കെ പാടെ. അപ്പോൾ എത്രമാതിരി പൈസ റോസാപ്പൂ ഉണ്ടാവും. അങ്ങനെ അവരൊക്കെ വലിയ കോടീശ്വരന്മാരായി മാറി. അവർക്ക് ജീവിക്കാനുള്ള വഴി ഖാജയിലൂടെ തന്നെ ഖാജാ തങ്ങൾ പാപ്പ ഉണ്ടാക്കി കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞ എന്തിനാണ്? ഒരു ജീവിതം കൊണ്ട് ഖാജാ തങ്ങൾ സമ്പാദിച്ചതിൻ്റെ വലിപ്പം ഞാൻ പറഞ്ഞല്ലേ. അള്ളാഹു നമുക്കൊക്കെ നമ്മളിലൂടെ ഒരുപാട് മനുഷ്യന്മാർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാ ഇവിടുത്തെ ഈ പറയുന്ന ഖാജാ തങ്ങളെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പ്രധാനമായി സൂചിപ്പിക്കാറുള്ളൊരു വിഷയം, ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വക്ത് നിസ്കാരം പോലും ജീവിതത്തിൽ നിന്ന് ഖളാ ആവില്ല എന്നുള്ള ഉറപ്പ് നമ്മളെ ജീവിതത്തിൽ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.